ഹലോ, ഇതെന്താണ് എല്ലാവർക്കും അറിയില്ലേ? യെസ്, ചേമ്പ്, ചേനച്ചേമ്പ് എന്ന് പറയും. അപ്പോൾ ഇന്നലെ പാപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ പാപ്പൻ തന്നതാണ്. അപ്പോൾ ചേമ്പും ഉണക്കമാന്തലും ഇട്ടിട്ടുള്ള ഒരു നാടൻ കറി നമുക്ക് ഉണ്ടാക്കിയാലോ? വാ. യെസ്, അപ്പോൾ പറഞ്ഞ പോലെ പാപ്പൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ചേമ്പ്. അവിടെ പിന്നെ എന്തുണ്ടെങ്കിലും എനിക്കൊരു പങ്ക്, അത് എന്ത് തന്നെ ആയാലും ഒരു പങ്ക് എനിക്ക് എന്തായാലും പാപ്പൻ തരാണ്ടിരിക്കില്ല. അപ്പോൾ ബാംഗ്ലൂരിലുള്ളപ്പം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം നാട്ടിലേക്ക് ഇഷ്ടമായതിനു ശേഷം ഇങ്ങനത്തെ നാടൻ കറികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ മേമ പറഞ്ഞു തന്ന കറിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചേമ്പ്, പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചി മല്ലിപ്പൊടി, ഇവയെല്ലാം ഇട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം കേട്ടോ. ഇവയെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ചേമ്പിന് അധികം വേവൊന്നുമില്ല, ഒരു 80% വെന്ത് വരുമ്പം ഞാൻ ഉണക്ക മാന്തലാണ് ഉപയോഗിക്കുന്നത്. തൊലി കളഞ്ഞ് വെടുപ്പാക്കിയ 2 കഷ്ണാക്കിയ മാന്തൽ ഇതും കൂടി അതിനകത്തിട്ട് മീൻ വേവണം അത്രയും, ബാക്കിയുള്ള 20% ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. രണ്ടും കൂടി വേവും. ആ സമയത്ത് നമുക്കിതിൻ്റെ തേങ്ങ അരപ്പ്, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും തേങ്ങ, 1 കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ച് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. വേണമെങ്കിൽ 2 ചെറിയുള്ളി ചേർത്ത് അരക്കാട്ടോ, ഞാൻ ചെയ്തായിരുന്നു. അതൊരു നല്ലൊരു ടേസ്റ്റാണേ. കണ്ടോ, ഇതിപ്പോൾ ആവശ്യത്തിന് നമുക്ക് പുളി ഇടാം. കുടപ്പുളിയാണ് ഇടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് വേണമെങ്കിൽ ഒഴിക്കാം. അത് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇനി ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കണ്ട ചേമ്പ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, മീനും സെറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച്, ഞാൻ കുറച്ച് കട്ടിക്കാൻ എടുത്തേക്കണം കേട്ടോ, ഒഴിച്ച് ഒരു പയ്യെ ഒരു തിള വേണ്ട, ഒരു പദം ഇങ്ങനെ നിറയെ വരുമ്പോൾ ക്ലോസ്, അത്ര തന്നെ. കാച്ചാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക. കാച്ചാനായിട്ട് വെളിച്ചെണ്ണയും ഇച്ചിരി ഉണക്കമുളകും ചെറിയുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അടിപൊളി കറിയാണ്. ആ ചേമ്പ് മതി ശരിക്കും നമുക്ക് കടിച്ച് കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.